ചില രംഗങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇതൊന്നും സീനൊന്ന് പെട്ടെന്നൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളൊരു ഫീലൊക്കെ തോന്നിയായിരുന്നു. നേരത്തെ കുറെ പേര് പറയും ഇത് അതേ പഴയ വീഞ്ഞാണ്, ഇതാണെന്നൊക്കെ പറയും. പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല. അതിനാടകീയമായ രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയിൽ പിന്നെ നമ്മൾ കൂടുതലൊന്നും കടന്ന് ചിന്തിക്കാതിരിക്കുക. സെക്കൻഡ് ഹാഫ് കുറച്ച് വലിപ്പിച്ച് കാന്താരൊക്കെ ഇറങ്ങുന്നത് അതിൻ്റെ ഇടയിൽ ഇത് ചിലപ്പോൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി കല്ലുകടി രംഗങ്ങൾ ഉണ്ട്. ടൈറ്റിൽ എന്താണ് ആ ടൈറ്റിൽ വെച്ച പടം പോയിട്ടുണ്ട്. ഇഡലിക്കട എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു ഇമോഷണൽ റൈഡ് തന്നെ മൊത്തത്തിലൊരു. ധനുഷ് ഒരു അസൈൻ ആക്ടർ, ഡയറക്ടർ, റൈറ്റർ നല്ലപോലെ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആ ഒരു വിജയം അതൊരു വലിയൊരു മനസ്സറി കൊള്ളാം. നല്ലൊരു കൊള്ളാട്ടോ. ലൈക്ക് ലാസ്റ്റ് മറ്റേ രായനും നീലാവ് കന്മേൽ എന്നടി കോപം വെച്ച് നോക്കുമ്പം ഇത് പക്ക ഒരു ഡീസന്റ് പടമായിട്ടുണ്ട്. ലൈക്ക് ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ നൈസായിട്ട് ധനുഷ് ഡയറക്ടറാണ് എന്നിങ്ങനെ എഴുതി വെക്കാം നമുക്ക്. പുള്ളിക്കാരൻ പെർഫോമൻസ് എല്ലാം നൈസാണ്. എസ്പെഷ്യൽ കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഫീൽ ഗുഡ് ഒരു പക്ക ഒരു തമിഴ് ഫീൽ ഗുഡ് പടം എന്നാണോ പുള്ളിക്കാരൻ ആ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിൽ വെച്ച പടം പോയിട്ടുണ്ട്. ഒരു ലാഗ് സെക്കൻഡ് ഹാഫിൽ ചെറിയ ലാഗുണ്ട്, അത് മാത്രം നെഗറ്റീവ് ആയിട്ടുണ്ട്. ആ ഒരു മൂഡ് തന്നെയാണ്. ലൈക്ക് കാസ്റ്റിംഗ് അടിപൊളിയാണ്. അത് ധനുഷിന്റെ ഒരു വലിയ ഇത് തന്നെ കൊടുക്കണം. പിന്നെ റൈറ്റിംഗ് കൊള്ളാം. നല്ല സിനിമ. ഇമോഷൻ സീൻസ് ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അരുൺ വിജയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അരുൺ വിജയ് ഒരു ഈഗോയിസ്റ്റിക് ചെറിയ ഒരു കോമഡി പീസ് ഇല്ല, പക്ഷെ എല്ലാം ഓവറോൾ കണ്ടിരിക്കാം. നിത്യാമനും ധനുഷുള്ള കോമ്പോസ് മറ്റേ തിരുച്ചിത്രമ്പല ഇതിലും കൊള്ളാൻ പക്ക ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കംപ്ലീറ്റ് ഫീൽ ഗുഡ് അല്ല, നല്ല സിനിമയാണ്. പടം ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് വലിപ്പിച്ച് പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. നല്ല ആവറേജ് മൂവിയാണ്. ധനുഷിൻ്റെ നല്ലൊരു എന്താ പറയുക, കുറച്ച് ഇമോഷണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് മലയാളത്തിലെ നിത്യാമേനോൻ്റെ ആ ഒരു അഭിനയം എന്ന് പറയുന്നത് എടുത്തു പറയാനുള്ള അഭിനയമാണ്. നല്ല രസമായിരുന്നു. ഒരുപാട് ഇമോഷണൽ. ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കണ്ണ് നിറയുന്ന ആ ഒരു ഇതായിരുന്നു. പിന്നെ സ്റ്റോറിയൊക്കെ നമുക്ക് ഏകദേശം അറിയാമെന്നുള്ളതാണെങ്കിലും പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. വളരെ കുറ്റമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. മനസ്സ് നിറഞ്ഞിറങ്ങാൻ പറ്റുമല്ലോ. നമുക്ക് മനസ്സിറങ്ങിറങ്ങാൻ പറ്റും. കാര്യം നമുക്ക് ഒരു പ്രാവശ്യം കാണാൻ കൊള്ളാം. നന്നായിരുന്നു, അത്രയും പറയാം. ഒരു പുസ്തകത്തിലായിരിക്കും. ധനുഷ് സ്ക്രിപ്റ്റ് എല്ലാം തിരഞ്ഞെടുത്താണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്ക്രിപ്റ്റ്, റൈറ്റർ, പ്രൊഡ്യൂസർ എല്ലാം പുള്ളിയാണ്. കാര്യം അതിൽ ഇമോഷണൽ ആയിട്ടുള്ള സോങ് ആയിരുന്നാലും നിത്യമേനായിട്ടുള്ള കോംബോ സോങ് ആയിരുന്നാലും വളരെ നന്നായിരുന്നു. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിൽ അടിപൊളിയായിട്ടാണ് തോന്നിയത്. വലിയ സംഭവമല്ല, നോർമലി ഒരു ഫാമിലി പടമാണ്. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കുറച്ച് ബെറ്ററായി തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ഇമോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് വില്ലൻ ഒരു അങ്ങനത്തെ ഒരു ടച്ചിലോട്ട് പോവുകയാണ്. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ള. ഫസ്റ്റ് ഹാഫ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഇമോഷനും പിന്നെ പഴയ നാട്ടുപ്രദേശത്തെ കഥകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് സെയിം വില്ലാണ്, പക്ഷേ അതിൽ കുറച്ച് വില്ലൻ ക്യാരക്ടർ അങ്ങനത്തെ ഇതിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് ബാക്കിയുള്ളവർക്ക് ക്യാരക്ടേഴ്സ് കുറച്ച് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. അത്യാവശ്യം മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. സ്ഥിരം ഒരു തമിഴ് ഫീൽ ഗുഡ് മൂവിയിലാണോ അതോ വെറൈറ്റി എന്തെങ്കിലും? വെറൈറ്റി ഒന്നുമില്ല, നമ്മൾ പ്രഡിക്റ്റബിൾ ആണ്. വെറൈറ്റി ആയിട്ടൊന്നുമില്ല, നമ്മൾക്ക് മനസ്സിലാവും കുറച്ച് പോകുമ്പോൾ തന്നെ ഇതാണ് സംഭവം എന്നുള്ള. എന്നാലും അത്യാവശ്യം കണ്ടിരിക്കാൻ കൊള്ളാം. ഒരു മിഡിൽ ക്ലാസ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. മിഡിൽ ക്ലാസ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രവാസികൾക്കൊക്കെയാണ്. നമ്മളെ നാട്ടിൽ പോയിട്ടൊക്കെ വന്നിട്ടുള്ള പ്രവാസികൾക്ക് കാര്യങ്ങൾക്കൊക്കെയാണ് അത്യാവശ്യം വർക്ക് ചെയ്യാൻ കൊള്ളാം. നല്ല മൂവിയായിരുന്നു. എനിക്ക് വർക്കായി പേഴ്സണലി. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല മൂവിയായിരുന്നു. എനിക്ക് ഫാമിലി സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നമ്മൾ കരഞ്ഞു പോകും സിനിമ കാണുമ്പോൾ. കരഞ്ഞു പോകുന്നല്ല, ഒരു എവിടെയും ടച്ച് ആവും. കുറേ ഒരു ഇതിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു നമ്മൾ പവർ പാണ്ടിയൊക്കെ കാണുന്ന എനിക്ക് പവർ പാണ്ടി പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മൂവിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു മൂവി. നമുക്ക് റിയൽ ലൈഫിൽ കാണുന്നവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? റിയൽ ലൈഫിൽ കാണുന്ന കണക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ കഥ ഫസ്റ്റ് തുടങ്ങുമ്പോൾ കാണിക്കുന്നുണ്ട് ധനുഷ് ഏതോ ഒരു റിയൽ ലൈഫിൽ കണ്ട ഏതോ ഒരു ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെ ആയിരിക്കത്തില്ല. എന്നിരുന്നാലും നല്ല മൂവി ആയിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബോക്സ് ഓഫീസ് വലിയ കളക്ഷൻ നേടിയാലും ജനഹൃദയങ്ങളിൽ
ഒരു ഭയങ്കര hit ആയിരിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അത് ഇവിടുത്തെ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നുള്ള രീതി അനുസരിച്ചിരിക്കും. ഇവിടെ ഇപ്പോ ഇതൊക്കെ അല്ലേ ഇപ്പൊ നാളെ ഇപ്പൊ കാന്താരയൊക്കെ ഇറങ്ങുന്നത്, അതിന്റെ ഇടയിൽ ഇത് ചിലപ്പോൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇമാതിരി ഈ സിനിമകളൊക്കെ നല്ലൊരു ഇമോഷണൽ ഇത് ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളാണ്. പിന്നെ നേരത്തെ കുറെ പേര് പറയും ഇത് അതേ പഴയ വീഞ്ഞാണ്, ഇതാണെന്നൊക്കെ പറയും. പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല മൂവിയാണ്. അങ്ങനെ തിയേറ്ററിൽ തന്നെ കാണാനുള്ള മൂവി തന്നെയാണ്. നല്ലൊരു ഹാപ്പി ആയിട്ട് പോവാം. ഈ സിനിമയുടെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തീമിൽ ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് അല്ല, ട്രെയിലറിലും സത്യം പറഞ്ഞാൽ ആ ഒരു എസൻസ് കിട്ടുന്നില്ല. ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വേറെ എന്താണ് പ്രതീക്ഷിച്ച് വന്നത് പ്രത്യേകിച്ച്. പക്ഷേ ആ ഒരു ഇതല്ല സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഫോക്കസ് ഇടയ്ക്ക് വെച്ച് ഷിഫ്റ്റ് ആവുന്നുണ്ട്. സിനിമയുടെ അതിവൈകാരികമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കതെല്ലാം കണക്റ്റായി. ഒരു പക്ഷേ ഒരു മീറ്റർ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ അയ്യോ പാസം എന്ന് നമ്മൾ കളിയാക്കിപ്പെട്ടേക്കാവുന്ന കുറേ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യങ്ങളും. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു സിനിമയിൽ എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി. പ്രത്യേകിച്ച് അവരുടെ ഒരു ഫാമിലി ബോണ്ട് അല്ലെങ്കിൽ അവരുടെ ജനറേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എനിക്ക് വളരെ രീതിയിൽ തന്നെ വർക്കൗട്ടായി. പിന്നെ ഒരു ഇഡലി ആ ഒരു കട ആ ഒരു ചുറ്റിപ്പറ്റിയുള്ള ഒത്തിരി ധാരാളം രംഗങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റ് ഇട്ടിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിരുന്നാൽ കൂടെ ആ ഒരു രംഗങ്ങളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് കഥ കുറച്ചൊന്ന് ഇഴയുന്ന പോലെ ഒരു ഫീല് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ പിന്നെ നമുക്കറിയാം ഒരു സിനിമയുടെ പിന്നെ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ് ആ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ലോജിക്ക് വൈസ് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു അതിനാടകീയമായ രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയിൽ പിന്നെ നമ്മൾ കൂടുതലങ്ങ് കടന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്ത് വരണ്ട. ഒരു സാധാരണ ഒരു ഫീൽ ഗുഡ് ഒരു സിനിമ. സ്ഥിരം തമിഴ് ടെംപ്ലേറ്റ് തന്നെ, അത് ഡിഫറെന്റ് ആയിട്ടെന്തെങ്കിലും അപ്രോച്ച് ഉണ്ടോ? ഡിഫറെന്റ് അപ്രോച്ച് അല്ല, ഈ ഒരു ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു സിനിമയിൽ ഇമോഷണൽ രംഗങ്ങളും ഒക്കെ എനിക്ക് വർക്കായി. സാധാരണ എനിക്ക് എന്തുകൊണ്ടോ ഞാനിങ്ങനെ നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ പാസം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ ധാരാളം കളിയാക്കപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ പല തമിഴ് സിനിമകളിലെ രംഗങ്ങളൊക്കെ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങൾ അത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. നല്ല ടൈം എടുത്താണ് ആ ഒരു ഇത്രയും. കാരണം ഫസ്റ്റ് ഹാഫിൽ ഉടനീളം അവരുടെ ആ ഒരു ധനുഷിൻ്റെ ഫാമിലി, ധനുഷിൻ്റെ ആ ഒരു ഫാമിലി ജനറേഷൻ, അവരുടെ ഗ്രാമം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഒരു മനോഹരമായിട്ട് തന്നെ അവർ എഴുതി ചേർത്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി കല്ലുകടി രംഗങ്ങൾ ഉണ്ട്. അപ്പം അത് ചില രംഗങ്ങളെ കാണുമ്പോഴത്തേക്ക് സീനൊന്ന് പെട്ടെന്നൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഫീലൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു അവസാനത്തുമ്പോഴത്തേക്ക് ഒരു ഫീൽ ഗുഡ് ഇതാണ്. എന്നാലും നമുക്ക് മനസ്സ് നിറഞ്ഞിറങ്ങാൻ പറ്റുമോ? കണ്ട് ഇറങ്ങുമ്പോൾ മനസ്സും സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലാണ് കൂടുതൽ നമ്മുടെ ഒരു മനസ്സ് എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ വരുന്നത്. സെക്കൻഡ് ഹാഫിലും കുഴപ്പമില്ല. എന്താ പറയുക നമ്മളൊരു ഇമോഷണലി ഈ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റതെല്ലാം മറക്കും. നമുക്ക് പിന്നെ ആ ഒരു രീതിയിൽ വർക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണൽ എന്ന രീതിയിൽ എനിക്ക് വർക്കായി.